Hi students, how are you all? Hope you all are doing well. Today we are discussing about healthcare delivery system. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സപ്ലൈ ഓഫ് ഹെൽത്ത് കെയർ ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. എന്താണ് അതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. Health care services in general are rendered by the government through a network of health centers from the grassroots areas to the block level in the rural areas, and through hospitals, dispensaries, maternal, child health and family welfare centers in the urban areas. എന്താണ് ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ വായിച്ചു വെച്ചത്? പൊതുവെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് കെയർ എന്നത് മുഖ്യമായിട്ടും ഗവൺമെൻറ് മുന്നിട്ട് നടത്തുന്ന ഒരു സേവനമാണ്. ഗവൺമെൻറ് പല വഴിയിലൂടെ ഹെൽത്ത് കെയർ സർവീസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ഹെൽത്ത് കെയർ സെൻറ്റേഴ്സ് ഫ്രം ദ ഗ്രാസ് റൂട്ട് ഏരിയാസ് ടു ദ ബ്ലോക്ക് ലെവൽ, അല്ലേ, ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഏറ്റവും ഉയർന്ന തലത്തിൽ വരെ എത്തുന്ന ആരോഗ്യരംഗത്തെ സേവനങ്ങൾ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി സംവിധാനിക്കുന്നു. അതിൽ ഹോസ്പിറ്റലുകളുണ്ട്, ഡിസ്പെൻസറികളുണ്ട്, മെറ്റേണൽ ചൈൽഡ് ഹെൽത്ത് ഫാമിലി വെൽഫെയർ സെൻറ്റേഴ്സ്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സെൻറ്ററുകൾ ഗ്രാമപ്രദേശങ്ങളിലൊന്ന്, അർബൻ പ്രദേശങ്ങളിൽ വേറെ, ഇത്തരത്തിൽ ഒരുപാട് സംവിധാനങ്ങളടങ്ങിയ ഒരു നെറ്റ്വർക്കാണ് ഗവൺമെൻറ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. There are also voluntary and private agencies which are functioning to deal with health problems of the people. ഗവൺമെൻറ് സേവനങ്ങൾക്കപ്പുറം പ്രൈവറ്റ് ഏജൻസികൾ, അതുപോലെ തന്നെയുള്ള പ്രൈവറ്റ് സംവിധാനങ്ങളും ഒരുപാട് ഈ മേഖലയിൽ ഉണ്ട്. സോ വാട്ട് ഈസ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം? ഇനി എന്താണ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം? It is defined as the aggregate of institutions, organizations and persons who enter the healthcare system and who has the responsibility that includes the promotion of health, prevention of illness, detection and treatment of disease and rehabilitation. അപ്പോൾ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എന്നാൽ ഈ മൊത്തം സംവിധാനങ്ങളെ ഒരുമിച്ച് കൂട്ടി അതിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതിനെ നാം വിളിക്കുന്ന സംവിധാനത്തിന് വിളിക്കുന്ന പേരാണ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. അതൊരു സിസ്റ്റമാണ്. എന്തിനുള്ള? ആരോഗ്യരംഗത്തെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട. അപ്പോൾ അതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു? എല്ലാ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എല്ലാ തരത്തിലുള്ള സംഘടനകൾ, ഹെൽത്ത് കെയർ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ജനങ്ങളും അത്തരത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ഒന്നിനെയാണ് എന്ത് പറയുന്നത്? ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാമാണ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത്? കേന്ദ്ര ഗവൺമെൻറ് വരുന്നുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് വരുന്നുണ്ട്, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ആരോഗ്യരംഗത്തെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏതെല്ലാം സംവിധാനങ്ങൾ ഉൾപ്പെടുന്നു അതെല്ലാം എന്തിൽ വരുന്നതാണ്? ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എന്ന സംവിധാനത്തിൽ വരുന്നതാണ്. ഇനി എന്തെല്ലാമാണ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാമാണ് എന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ആരോഗ്യരംഗത്തെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സംവിധാനം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. സംസ്ഥാനങ്ങൾ പൊതുവെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾ എന്താണ്? സ്വതന്ത്രമായിട്ട് എല്ലാ സംസ്ഥാനത്തിനും തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. ഈച്ച് സിസ്റ്റം ഹാസ് ഡെവലപ്ഡ് ഇറ്റ്സ് ഓൺ സിസ്റ്റം ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിന് സ്വതന്ത്രമായ പല പോളിസികളും പ്രോഗ്രാമുകളുമുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ജില്ലകൾക്കും
അത് പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്കൊക്കെ അവരുടേതായ പദ്ധതികളും പ്രോഗ്രാമുകളും ഉണ്ട്. എന്തിനെക്കുറിച്ച്? ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അറ്റ് ദ സെൻറ്റർ കംപ്രൈസ്ഡ് ഓഫ് 3 ഓർഗനൈസേഷൻ. നമുക്ക് മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. കേന്ദ്രത്തിന് കീഴിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ 3 സംവിധാനങ്ങളാണ് ഉള്ളത്. അഥവാ കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന ആരോഗ്യരംഗത്തെ സംവിധാനം 3 തട്ടുകളിലായിട്ടാണ് ഉള്ളത്. അതിലൊന്ന് യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ആരോഗ്യത്തെയും ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്ട്രി, മന്ത്രാലയം. രണ്ടാമത്തേത് ദ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്. മിനിസ്ട്രിക്ക് കീഴിൽ, ഈ മിനിസ്ട്രിക്ക് മന്ത്രാലയത്തിന് കീഴിൽ തന്നെ വരുന്ന ഒന്നാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്. മൂന്നാമത്തേത് ദ സെൻട്രൽ കൗൺസിൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഈ 3 സംവിധാനങ്ങളാണ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന 3 സംവിധാനങ്ങൾ. ഇതെന്തെല്ലാമാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. The Union Ministry of Health and Family Welfare. The ministry is composed of following departments. ആ മിനിസ്ട്രിക്ക് കീഴിൽ 3 ഡിപ്പാർട്ട്മെൻറ്റുകൾ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. The Department of Health, the second Department of Family Welfare, the third Department of Health Research. The Department of Health deals with health care, including awareness campaign, immunization campaign, preventive medicine and public health. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ഏതെല്ലാം കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്? ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട അവയർനെസ് ക്യാമ്പയിൻ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ഇമ്മ്യൂണൈസേഷൻ അഥവാ വാക്സിനേഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രിവെൻറ്റീവ് മെഡിസിൻ, രോഗപകർച്ച തടയാനുള്ള മെഡിസിനുകൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിൻ്റെ റിസർച്ച് നടത്തുക. നാലാമത്തേത് പബ്ലിക് ഹെൽത്ത്, പൊതു ആരോഗ്യം, ജനങ്ങളുടെ പൊതു ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് ഈ വക കാര്യങ്ങളാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് അഥവാ മിനിസ്ട്രിക്ക് കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാമിലി വെൽഫെയർ. എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാമിലി വെൽഫെയറിൻ്റെ ഉത്തരവാദിത്തങ്ങൾ? ഈസ് റെസ്പോൺസിബിൾ ഫോർ ആസ്പെക്ട്സ് റിലേറ്റിംഗ് ടു ഫാമിലി വെൽഫെയർ, എസ്പെഷ്യലി ഇൻ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്, മെറ്റേണൽ ഹെൽത്ത്, പീഡിയാട്രിക്സ് ആൻഡ് റൂറൽ ഹെൽത്ത് സർവീസസ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വരുന്നതാണ് കുടുംബപരമായ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് അഥവാ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രസവ സംബന്ധമായ ആരോഗ്യം, മെറ്റേണൽ ഹെൽത്ത്, മാതാക്കളുടെ ആരോഗ്യം, പീഡിയാട്രിക്സ്, കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആൻഡ് റൂറൽ ഹെൽത്ത് സർവീസ്, ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സേവനങ്ങളും ഏതിന് കീഴിൽ വരുന്നതാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാമിലി വെൽഫെയർ. മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ പറഞ്ഞത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് റിസർച്ച്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് റിസർച്ച് പഠനങ്ങൾ നടത്താനുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച്, പോളിസികളെക്കുറിച്ച്, പ്രോഗ്രാമുകളെക്കുറിച്ച് പഠനങ്ങൾ നടത്താനുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് റിസർച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന 3 ഓർഗനൈസേഷൻസ് ആണുള്ളത്, 3 സംവിധാനങ്ങളാണുള്ളത്. അതിലൊന്ന് മിനിസ്ട്രിയാണ്. രണ്ടാമത്തേതാണ് ദ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്. എന്താണത്? ഇറ്റ് ഈസ് എ റെപ്പോസിറ്ററി ഓഫ് ടെക്നിക്കൽ നോളേജ് കൺസേണിങ് പബ്ലിക് ഹെൽത്ത്, മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. അത് ടെക്നിക്കൽ നോളേജുകൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഏത്? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്. ടെക്നിക്കൽ നോളേജ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ആ ഒരു വിഷയത്തിൻ്റെ എല്ലാ മർമ്മപ്രധാനമായ കാര്യങ്ങളുടെയും വിവരങ്ങളടങ്ങിയ അഥവാ ഈ ഡയറക്ടറേറ്റിന് കീഴിൽ വളരെ എഡ്യൂക്കേറ്റഡായ, എക്സ്പീരിയൻസ്ഡായ ഈ മേഖലയിലെ ആളുകളായിരിക്കും. അതുമൂലം അവർക്ക് വിഷയത്തെക്കുറിച്ചുള്ള ടെക്നിക്കൽ നോളേജ്, അത് പബ്ലിക് ഹെൽത്ത്, മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഈ മേഖലകളെ സംബന്ധിച്ചിടത്തുള്ള ടെക്നിക്കൽ നോളേജ് ഉള്ള വിഭാഗമാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്. ഇറ്റ് ഈസ് ആൻ അറ്റാച്ച്ഡ് ഓർഗനൈസേഷൻ ഓഫ് ദി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഈ മന്ത്രാലയത്തിൻ്റെ ഒരു അറ്റാച്ച്ഡ്, അതിനോട് ചേർന്ന് വരുന്ന ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് ഇത്. ദ ഡയറക്ടറേറ്റ് കോർഡിനേറ്റ്സ് വിത്ത് ദ ഹെൽത്ത് ഡയറക്ടറേറ്റ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ഓർ യുടീസ് for implementation of various national health programs through its regional offices. ഡയറക്ടറേറ്റ് എന്ത് ചെയ്യുന്നു?
ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ ഹെൽത്ത് ഡയറക്ടറേറ്റുകളുണ്ടാകും. അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ആരോഗ്യരംഗത്തെ പ്രോഗ്രാമുകൾ, പദ്ധതികൾ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. The Directorate General of Health Service oversees the functioning of central government hospitals and management. അതോടൊപ്പം തന്നെ ഈ ഡയറക്ടറേറ്റിൻ്റെ മറ്റൊരു ഉത്തരവാദിത്തമാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള ഹോസ്പിറ്റലുകളും അതിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി നടത്തുക, അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത്. ഓക്കെ, അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള രണ്ടാമത്തെ സംവിധാനമാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മൂന്നാമത്തെ സംവിധാനമാണ് ദ സെൻട്രൽ കൗൺസിൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. എന്താണത് എന്ന് നോക്കാം. ഇറ്റ് വാസ് സെറ്റ് അപ്പ് അണ്ടർ ആർട്ടിക്കിൾ 263 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് അഡ്വൈസ് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ഓൺ പോളിസി ഫോർമുലേഷൻ. ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 263 കീഴിൽ സ്ഥാപിച്ച ഒരു സംവിധാനമാണ് സെൻട്രൽ കൗൺസിൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. എന്തിനു വേണ്ടിയാണ് അത് സ്ഥാപിച്ചത്? ടു പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് അഡ്വൈസ് ടു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിന് അഡ്വൈസും അതുപോലെ തന്നെ സപ്പോർട്ടും, അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള സപ്പോർട്ടും അതിൻ്റെ പഠനങ്ങൾക്കുള്ള അഡ്വൈസും കാര്യങ്ങൾക്കുള്ള അഡ്വൈസ് കൊടുക്കുക എന്നതാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം. ഓൺ പോളിസി ഫോർമുലേഷൻ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ഒരുപാട് പോളിസികൾ ഉണ്ടാക്കുന്നുണ്ട് ആരോഗ്യരംഗത്തുമായി ബന്ധപ്പെട്ട്, ഓരോ അസുഖങ്ങളെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അഡ്വൈസ് കൊടുക്കുക. The purpose is to promote the coordination between the center and state in the implementation of national programs and measures pertaining to health. ഇനി ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? സെൻട്രൽ കൗൺസിൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്രവും സംസ്ഥാനങ്ങൾക്കും തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുകയും എന്തിനു വേണ്ടി? ടു ഇംപ്ലിമെൻറ്റ് ഓഫ് നാഷണൽ പ്രോഗ്രാംസ്, കേന്ദ്ര പദ്ധതികൾ, പ്രോഗ്രാമുകൾ നടപ്പിലാക്കാൻ വേണ്ടി. അത് ആൻഡ് മെഷേഴ്സ് പെർട്ടൈനിങ് ടു ഹെൽത്ത്, അതുപോലെ തന്നെ ആരോഗ്യരംഗവുമായും മായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. സം അതർ ഫങ്ഷൻസ് ഇൻക്ലൂഡ്, ഇതിൻ്റെ തന്നെ അഥവാ ഈ കൗൺസിലിൻ്റെ തന്നെ സെൻട്രൽ കൗൺസിൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ തന്നെ മറ്റ് ചില ഫങ്ഷനുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിലൊന്ന് പ്രിപ്പയറിംഗ് പ്രപ്പോസൽസ് ഫോർ മേക്കിംഗ് ലോസ് ഇൻ ഏരിയാസ് ഓഫ് മെഡിസിൻ ആൻഡ് ഹെൽത്ത്. ആരോഗ്യരംഗത്തെ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രപ്പോസലുകൾ തയ്യാറാക്കുക. പ്രപ്പോസൽ എന്ന കരട് രേഖ എന്നൊക്കെ നമുക്ക് പറയാം. ഇന്ന കാര്യങ്ങളൊക്കെ ഈ നിയമത്തിൽ ഉൾപ്പെടുത്താം, ഇന്നതൊക്കെ ഒഴിവാക്കാം തുടങ്ങിയ പ്രപ്പോസലുകൾ തയ്യാറാക്കുക. രണ്ടാമത്തെ മേക്കിംഗ് പ്ലാൻസ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഹെൽത്ത് ഇൻ എൻ്റയർ നേഷൻ. രാജ്യത്തുടനീളം ആരോഗ്യരംഗത്തെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പ്ലാനുകൾ തയ്യാറാക്കുക. മൂന്നാമത്തേത് പ്രിപ്പയറിംഗ് റെക്കമെൻഡേഷൻസ് ഫോർ പ്രൊവൈഡിംഗ് ഗ്രാൻസ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് for medical services. Preparing recommendations ഉണ്ടാക്കുക എന്തിന്? for providing grant and financial assistance to state for medical services. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ സേവനങ്ങൾക്ക്, സംസ്ഥാനങ്ങളുടെ മെഡിക്കൽ സേവനങ്ങൾക്ക് ഗ്രാൻറ്റും അതുപോലെ തന്നെ സാമ്പത്തിക സഹായവും നൽകുന്നതിന് വേണ്ടിയുള്ള റെക്കമെൻഡേഷൻസ് തയ്യാറാക്കുക. നാലാമത്തേത് എൻകറേജ്മെൻറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ആരോഗ്യരംഗത്തെ മെഡിക്കൽ രംഗത്തെ വിദ്യാഭ്യാസവുമായി ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുക, അതിൻ്റെ എൻകറേജ്മെൻറ്റ്. അഥവാ നമ്മുടെ MBBS പഠനവുമായി ബന്ധപ്പെട്ട് മറ്റ് ആരോഗ്യരംഗത്തെ കോഴ്സുകൾ, അതിൻ്റെ ട്രെയിനിങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. അങ്ങനെ ഇത്തരത്തിലുള്ള മറ്റു ഫങ്ഷനുകളായി അതിൻ്റെ ഒരുപാട് ഫങ്ഷനുകൾ, ഈ കൗൺസിലിൻ്റെ ഒരുപാട് ഫങ്ഷനുകൾ ഏതാനും ചിലത് മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. മറ്റൊരുപാട് ചെറിയ ചെറിയ ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തണം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇന്ത്യയിലെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. അതിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള പ്രധാനപ്പെട്ട 3 ഓർഗൻസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത്. യൂണിയൻ മിനിസ്ട്രീനെ കുറിച്ച്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ്. മൂന്നാമത് സെൻട്രൽ കൗൺസിൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ.
ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലുള്ള സംവിധാനങ്ങളെക്കുറിച്ചും അതിന് താഴെ വരുന്നതുമായി ബന്ധപ്പെട്ടവയെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.